ഇൻഫ്ലുവൻസേഴ്സിന് എല്ലാത്തിനും കൂടെ നല്ല ഊക്കൻ പണി കിട്ടിയെന്നാണ് അറിയണത്. എന്തേരോ എന്തോ എല്ലാത്തിനെയും കൂട്ടത്തോടെ ഇൻസ്റ്റാഗ്രാം പിടിച്ച് ബ്ലോക്ക് ചെയ്തു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. ഇനിയിപ്പം യൂട്യൂബും കൂടെ ഉള്ളൂ. എന്തോ യൂട്യൂബിൽ ഇവരത് ഇട്ടില്ലെന്നാണോ എന്താണെന്ന് അറിയത്തില്ല. ഉടനെ അതും ഉണ്ടാകും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്തോ മക്കളെ, അല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. ഞാൻ ഈ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ ഇരുന്നു കൊണ്ട് ഇത് സെയിം ഒരു ഗെയിം ആപ്ലിക്കേഷനെ പറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഈ പറയുന്ന ഗെയിംസിനൊക്കെ തന്നെ അവർക്ക് തന്നെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. പിന്നെ അവർ നിങ്ങളെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വാങ്ങിയെടുക്കാനാണ്. ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് ഗെയിമൊന്നും ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാനേ പോകരുതെന്നുള്ളൊരു കോമൺ സെൻസാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നോക്കുന്നത് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ബാഹുല്യം അത് എത്രത്തോളം വലുതാണോ അങ്ങനെയുള്ളവരെ പോയി പിടിക്കും. പ്രത്യേകിച്ച് അത്യാവശ്യം ഗ്രീഡി ഗ്രീഡി എന്ന് പറയാനൊക്കത്തില്ല, കുറച്ച് അധികം പിന്നെ ആക്രാന്തമുള്ള പിന്നെ യൂട്യൂബേഴ്സിനെയൊക്കെയാണ് അവർ നോക്കുന്നത്. മീൻസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പം ഫെസ്മിനയ്ക്ക് ഈ പണി വരാനുള്ള കാരണം കല്യാണമൊക്കെ ആയിട്ട് അത്യാവശ്യം ഫണ്ട് വേണം. പിന്നെ ഒരു കേസുണ്ട്, ഒരു പെണ്ണിന് ഇവളുടെ കാമുകൻ തല്ലിയ വഴിയിൽ കുറച്ച് പൈസ എല്ലാം അതിനകത്ത് ചിലവാകുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും പൈസയുടെ ഒരു ആവശ്യഘട്ടം നിൽക്കുന്നത് കൊണ്ട് പുള്ളിക്കാരത്തി അങ്ങ് മരിച്ചിട്ടു. ഇതിന് മുമ്പൊരുത്തി ഉണ്ടായിരുന്നു, ഒരു ഇൻഫ്ലുവൻസർ. പിന്നെ അവർക്ക് ഓണർഷിപ്പായിട്ട് ബിഗ് ബോസിലേക്കൊക്കെ കയറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ പറയുമ്പോൾ നമ്മളെയായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്. എൻ്റെ പൊന്നു, അത് ഓർത്താൽ ഇവന്മാരെ ഒന്നും തൊടാൻ പോലും തോന്നത്തില്ല. ഒന്നാമത്തെ റീസൺ എന്താണെന്നറിയാമോ? ഒരു ക്യാരക്ടറും ഇല്ലാത്ത, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത കുറേ റോക്കറ്റ് ജന്മങ്ങളാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഭവിഷ്യത്ത് ആലോചിക്കുക. ഇത് ഫ്യൂച്ചറിൽ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഇമ്പാക്റ്റ്, അതും നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ അട്രാക്റ്റ് ആകുന്നത്. എന്തായാലും വയസ്സായവരൊന്നും ഇതും പറഞ്ഞുകൊണ്ട് ഇതും എടുത്ത് വെച്ച് ഗാംബ്ലിംഗ് ഗെയിമൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പണം കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കൊലപാതകം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ നോക്കിയ ശേഷം മാത്രമേ ഒന്നിലേക്ക് ചാടി വീഴാവുള്ളൂ. ഒരു ക്രീം പോലും പ്രൊമോട്ട് ചെയ്യുന്നത് പോലും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഉപയോഗിച്ചു, നമ്മുടെ സ്കിന്നിനൊക്കെ, മറ്റുള്ളവർക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നുള്ള ആ ഒരു ഡിസ്ക്ലൈമർ അവിടെ കൊടുക്കുക തന്നെ വേണം. അത് മസ്റ്റാണ്. അപ്പോൾ പലരും പല രീതിയിൽ വീട് വയ്ക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, ആകെ ബഹളങ്ങൾ. ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ്, ആ പൈസ കിട്ടുന്നത് ഇതുപോലെ ആളുകൾക്ക് റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണെന്നത് ഓർക്കണം. ഇതൊരു എത്തിക്സാണ്. ആ എത്തിക്സ് ഇല്ലായ്മ കൊണ്ടാണ് പലരും ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അതിൽ വയനാട് ബ്ലോഗർക്ക് പണി കിട്ടിയെന്ന് കേൾക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. എനിക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, പക്ഷേ ഞാൻ ആക്റ്റീവ് അല്ല. അതിനകത്താണ് നല്ല ഫണ്ട് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഫണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് അടിച്ചു പോകുക എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. മീൻസ് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും അത് അസാധ്യ ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു ഫോമിലേക്ക് കൊണ്ടെത്തിക്കുക. അത്യാവശ്യത്തിൽ കൂടുതൽ വൾഗാരിറ്റിയൊക്കെ കാണിച്ചിട്ടാണ് വയനാട് വ്ളോഗർ അതിലേക്ക് എത്തിയത്. പെണ്ണുമ്പിള്ളയുടെ തലയിൽ പേന എടുത്തിടുക, പുഴുവിനെ എടുത്തിടുക, പറ്റുമെങ്കിൽ അവളെടുത്ത് ചാണാക്കുഴിയിലിടുക, അവളെപ്പറ്റി പടുമോശം പറയുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് വയനാടൻ വ്ളോഗർ ഒരുവിധം റീച്ചിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് അവർക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫേസ്ബുക്കിൽ അവരുടെ കമൻറ്റ് ബോക്സ് തുറക്കാനേ പറ്റത്തില്ല, അമ്മാതിരി തെറിയാണ്. തെറിന്നെ മീൻസ് പലരുടെയും ഫ്രസ്ട്രേഷൻ അതിനകത്ത് കൊണ്ടുവന്ന് നിറയ്ക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇവർ കാണിക്കുന്നത്. ഈ റീസെൻ്റ്ലി അവരൊരു ബസ്സൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ച ഒരാളല്ലേ, അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് നോക്കിയാൽ അവിടെയും തെറിയാം. അത് എന്ത് കൊടുത്ത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം. അപ്പം ഒരു കോമൺ സെൻസ് ഉള്ളവരാണെങ്കിൽ, ഇത് എത്ര വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞാലും ഇത്രയധികം നെഗറ്റീവ്സ് വരുമ്പോൾ എങ്ങനെയും അതൊന്ന് പോസിറ്റീവ് ആക്കാനുള്ള ശ്രമമെങ്കിലും നടത്തും. പകരം ഈ നെഗറ്റീവ്സ് ആണ് ഞങ്ങളുടെ വിക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരണം. നമ്മുടെ വയനാട് വ്ളോഗർ. അടുത്തതാണ് ഇതിനെക്കാട്ടിയും വലിയൊരു ദുരന്തം. കുടുംബത്തിൽ ഇനി ഒരു അംഗം ബാക്കിയില്ല എന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് വന്നു നിൽക്കുന്നത്. അതാണ് നമ്മുടെ മല്ലു ഫാമിലി. ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ഉണ്ട്. നിരന്തരമായി കളവ് പ്രചരിപ്പിക്കലാണ് അവരുടെ പരിപാടി. ഇത് പോലീസ് നോട്ട് ചെയ്യുകയും അതിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് ഒരു സമാധാനമാണ്. സത്യത്തിൽ ഒരു സമാധാനമാണ്. ശരി, ആക്ഷൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നുള്ളത് ഫെസ്മിന. ഞാൻ മനസ്സിലാക്കിയവർ 3 പേരെയാണ്. ഫെസ്മിനയുടെ അക്കൗണ്ടും പോയി എന്നാണ് കേൾക്കുന്നത്. ഫെസ്മിന എന്നെ മീൻസ് ഒന്നും പറയാനില്ല. ഇന്ന് ന്യൂജൻ്റെ ഒരു മുഖമാണ്. ന്യൂജൻ കുട്ടികൾക്ക് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. നല്ല കുഞ്ഞുങ്ങളാണ് ഇപ്പോഴുള്ള പിള്ളേർ. നല്ല വിവരവും അത്യാവശ്യം നല്ല ഫോർവേഡായി തിങ്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ തന്നെയാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു ഇവരാണ് എന്നുള്ള ഒരു ഇങ്ങനെയായിരിക്കണം എന്നൊരു കൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട് ഫെസ്മിന. ഫെസ്മിനയുടെ തേപ്പും ഇതൊന്നും ചർച്ചയ്ക്ക് പോലും ആയിട്ടില്ല. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന തൊപ്പിയായതുകൊണ്ടായിരിക്കാം. എനിവേ, അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റർ. ഈ വിഷയത്തിൽ നിരന്തരമായി അത്യാവശ്യം മാരേജിന് പൈസ സ്വരൂ കൂട്ടുന്ന വെപ്രാളത്തിൽ പുള്ളിക്കാരത്തി ചെയ്തു കൂട്ടിയതാണ്. ഈ
പൊന്മുട്ടയിടുന്ന താറാവിനെ കഴുത്ത് തിരിച്ച് കൊന്ന് പെട്ടെന്ന് ഉള്ള മുട്ട അതിൻ്റെ വയറ്റ് നിറച്ച് മുട്ടയായിരിക്കും. എന്നാൽ പിന്നെ അതെല്ലാം കൂടെ എടുക്കാൻ പറ്റും ഇതിനെ അങ്ങോട്ട് ഞെക്കി കൊന്ന ഒരവസ്ഥയാണ് ഇവർക്കൊക്കെ ഉള്ളത്. സന്തോഷമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സന്തോഷമാണ്, ഞാനത് ഒളിച്ചു വയ്ക്കുന്നില്ല, തീർച്ചയായിട്ടും സന്തോഷമാണ്. അവരുടെ അക്കൗണ്ട്സ് കൂട്ടിപ്പോയെന്നല്ല, അവരെ അറസ്റ്റും കൂടെ ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം ഇനി ആരും ഇതുപോലുള്ള വൃത്തികേടുകൾ പ്രചരിപ്പിക്കാതിരിക്കട്ടെ. അതിന് നല്ല ഒരു തീരുമാനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അക്സെപ്റ്റൻസ് ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് ഏതും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജാസ്മിൻ ജാഫർ ചെയ്തത് എന്താണ്? കിഡ്നി നശിച്ചു. അവരുടെ ആ ക്രീം ഉപയോഗിച്ച് 8 പേർക്ക് കിഡ്നിക്ക് ട്രബിൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് കിഡ്നി. അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഗുണ്ടായുസം കൊണ്ട് ഇറങ്ങി. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു അയ്യോ ഗുണ്ടായുസം കൊണ്ട് നിൽക്കുന്നുണ്ടെന്ന്. കേടിത്തരവും കൊണ്ട് പുള്ളിക്കാരത്തി വന്നതായിരുന്നു. എന്നിട്ട് എന്തായി? എല്ലാവരും കൂടെ അവൾക്ക് സപ്പോർട്ട്, വിക്ടിം കാർഡ്, 23 വയസ്സുള്ള കുഞ്ഞാവ, അവസാനം ബിഗ് ബോസിൽ അവൾക്ക് അക്സെപ്റ്റൻസ്, അവിടെ വെച്ച് സ്വഭാവം തെളിയുകയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ എത്ര മൂടി മറച്ചാലും നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ആ വൃത്തികേട് പുറത്തേക്കാകാൻ അധികം നേരമൊന്നും വേണ്ട എന്ന് മനസ്സിലാകാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇവിടെ ബിഗ് ബോസിന് നമ്മൾ വേണമെങ്കിൽ താങ്ക്സ് പറയണം. ചില വൃത്തികെട്ട ആളുകൾ, പുറത്ത് ഭയങ്കര കളർഫുള്ളായിട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ അതിനകത്ത് കൊണ്ടുപോയി നന്നായിട്ട് തൊലി പൊളിച്ചിഞ്ഞ് കാണിച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അത് 1 സിജോ, 2 സീക്രട്ട് ഏജൻറ്റ്, 3 ജാസ്മിൻ ജാഫർ, 3ൻ്റെയും യഥാർത്ഥ മുഖം അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ വിഷയം ഇത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും അക്കൗണ്ട് കൂടോടെ പൂട്ടിയിട്ടുണ്ട്. ഒരു അറസ്റ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശുഭം, സൂപ്പർ ആയിരുന്നേനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അക്കൗണ്ട് പൂട്ടുക മാത്രമല്ല, ഇതേപോലെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നവരെ വെറുതെ വിടരുതെന്നും ഒരു അഭിപ്രായം എനിക്കുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.